Hi friends, I am Jasmin. Welcome back to our channel. We are now in Kodaikanal. I am in this video a bad experience share we are Kodaikanal a room book a bad experience. But share I share കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ആ ഹോട്ടലിൽ റൂം ബുക്ക് ചെയ്യുകയാണെങ്കിലോ ആ സൈറ്റ് വഴി ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴേ ഇത് പറയുന്നത്. ഇനി ഞാൻ പ്രശ്നം എന്താണെന്ന് പറയാം. നമ്മൾ സാധാരണ ട്രിപ്പ് വരുമ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസം മുമ്പേ നമ്മൾ റൂം ബുക്ക് ചെയ്യും. കാരണം നമുക്ക് ഈ റൂം കിട്ടുന്നതും ഒക്കെ നോക്കിയിട്ട് വേണം നമുക്ക് 1 month ബിഫോർ തന്നെ നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിൽ പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്യും. അതുപോലെ തന്നെയായിരുന്നു കൊടൈക്കനാൽ ട്രിപ്പിൽ നമ്മൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തു. നമ്മൾ 2 years ബിഫോർ booking.com വഴി ഊട്ടിയിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമുക്ക് ഇതേപോലെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ സൈറ്റ് വഴി ബുക്ക് ചെയ്യാത്തതാണ്. അന്നാണ് ആദ്യമായിട്ട് നമ്മൾ ഈ ഓൺലൈൻ ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നത്. പിന്നെ അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷം നമ്മളെല്ലാം ഡയറക്റ്റ് ബുക്കിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ അഗോഡയുടെ കുറേ ആപ്പ് പരസ്യങ്ങളും കുറേ ആൾക്കാരുടെ അഭിപ്രായമൊക്കെ കേട്ട് കുറേ വീഡിയോസ് നമ്മൾ കണ്ടു നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അഗോഡ വഴി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കൊടൈക്കനാലിൽ കുറേ റൂമുകളൊക്കെ നോക്കി കുറേ നല്ല റൂംസൊക്കെ അവർ കാണിക്കുന്നുണ്ട് സൈറ്റിൽ. അങ്ങനെ നമുക്ക് പറ്റിയൊരു റൂം നമ്മൾ ഈ അഗോഡ വഴി ബുക്ക് ചെയ്തു. അഗോദയിലാണെങ്കിൽ ഒരു 1200 മുതലുള്ള നല്ല ഹോട്ടൽസ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് കാണുമ്പോഴെല്ലാം തന്നെ നല്ലതായിട്ട് തോന്നും. അങ്ങനെ കുറച്ച് റൂംസുകൾ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഡയറക്റ്റായിട്ടും കൂടെ കോൺടാക്ട് ചെയ്ത് നോക്കി അതിൻ്റെ റേറ്റ് എത്രയാണ് വരുന്നത് എന്ന് നോക്കിയിട്ട്. അതായത് ഗൂഗിളിൽ നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കും ഈ ഹോട്ടൽസിൻ്റെ റേറ്റ് എത്ര വരുന്നതെന്ന് നോക്കും. പിന്നെ ആപ്പുകളിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നോക്കും. മറ്റുള്ള ആപ്പുകളിൽ booking.com അങ്ങനെയുള്ള ആപ്പുകളിൽ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് നോക്കും. എന്നിട്ട് ഇവരെ ഡയറക്റ്റായിട്ട് വിളിച്ച് നോക്കും. അപ്പോൾ ഡയറക്റ്റായിട്ട് വിളിക്കുമ്പോൾ അവരൊരു എമൗണ്ട് പറയും. അപ്പോൾ ഇതുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവരോട് ചോദിക്കും ഞങ്ങൾ അഗോഡ വഴി ബുക്ക് ചെയ്തോട്ടേന്ന്. അതുപോലെ തന്നെയാണ് ഇതും സംഭവിച്ചത്. നമ്മൾ സെലക്ട് ചെയ്ത ഹോട്ടൽ എന്ന് പറയുന്നത് ഹോട്ടൽ ഫ്ലോറ ഹൈലാൻഡ് പാരഡൈസ് എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. അത് ഈ കൊടൈക്കനാലിൻ്റെ ടൗണിൽ തന്നെ 2 കിലോമീറ്ററിൽ വരുന്ന ഒരു ഹോട്ടലാണ്. നമുക്കെല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു. റേറ്റിംഗ് ഒക്കെ നോക്കി ആൾക്കാരുടെ റിവ്യൂസ് ഒക്കെ വായിച്ചു ഒക്കെ എല്ലാം ഓക്കെയാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് നമ്പർ എടുത്തു. ഗൂഗിളിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഇവരെ ഡയറക്റ്റായിട്ട് വാട്സപ്പ് ചെയ്തു. എന്നിട്ട് ഇവരോട് നമ്മൾ ചോദിച്ചു റേറ്റ് എത്രയാണ്, 3 ദിവസത്തേക്ക് 2 റൂമിന് എത്ര റേറ്റ് വരുമെന്ന്. അപ്പോൾ ഒരു 3 ദിവസത്തേക്കും കൂടെ റേറ്റ് പറഞ്ഞത് 27,000 ആണ്. പക്ഷേ നമുക്ക് അഗോഡ ആപ്പ് വഴി കാണിക്കുന്നത് വെറും 9,500 ആണ്. അപ്പോൾ ഞാൻ അത് ഉൾപ്പെടെ ആ ചാറ്റ് ചെയ്ത ആളിനോട് അത് ഉൾപ്പെടെ ചോദിച്ചു അഗോഡയിൽ കാണിക്കുന്ന 27,000 ആണല്ലോ, അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഹയർ പ്രൈസ് വരുന്നത്? അപ്പോൾ അഗോഡ വഴി ബുക്ക് ചെയ്യുമ്പോൾ ഇത്രയും ഡിസ്കൗണ്ട് കിട്ടുമോ, ഓൺലൈൻ ആപ്പ് വഴി ചെയ്യുമ്പോൾ ഇത്രയും ഡിസ്കൗണ്ട് നമുക്ക് കിട്ടുമോ, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞാൽ ആപ്പ് വഴി ചെയ്യുമ്പോൾ അങ്ങനെ കിട്ടും, മാഡം ഒരു കാര്യം ചെയ്യുക ആപ്പ് വഴി ബുക്ക് ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കട്ടോ വീഡിയോയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ടാവും. ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അഗോഡ ആപ്പ് വഴി ബുക്ക് ചെയ്തോ മാഡം, കുഴപ്പമൊന്നുമില്ല, എന്തായാലും ഞങ്ങളുടെ ഹോട്ടൽ തന്നെയല്ലേ, നോ പ്രോബ്ലം, യു ക്യാൻ ഗോ ഫോർ ഇറ്റ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അഗോഡയിൽ കയറി ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ട് ഈ ഡീറ്റെയിൽസ് ഞാൻ ഈ വാട്സപ്പ് വഴി ഈ ഹോട്ടലിലുള്ള ആളിന് അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നമ്മൾ അഗോഡ വഴി ബുക്ക് ചെയ്തിട്ടുണ്ട്, ഓക്കെ അല്ലേ, ഈ ഡീറ്റെയിൽസ് പോരെ, ഇത് കൺഫേം ചെയ്യല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ കൺഫേം ആണ്, നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ കേരളത്തിൽ നിന്ന് വരികയാണ്, നമ്മൾ ഉച്ചയ്ക്കൊന്നും എത്തില്ല, പുള്ളി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ചെക്കിംഗ് ടൈം 12 o'clock ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു 12 o'clock എന്തായാലും എത്താൻ പറ്റില്ല, നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നതാണ്, ലേറ്റ് നൈറ്റ് ആവും, അപ്പോൾ അതൊന്ന് ഓർത്താൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാനും അങ്ങോട്ടേക്ക് റിപ്ലൈ ചെയ്തു. അതെല്ലാം പുള്ളി ഓക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് ഫൈനലൈസ് ചെയ്തു. അങ്ങനെ ബുക്കിംഗ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് അഗോഡയിൽ നിന്ന് ഒരു കൺഫർമേഷൻ മെയിൽ വന്നു, ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസും ചെക്കിനും ചെക്കൗട്ടും നമ്മുടെ ഈ എത്ര റൂമാണ് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് ഒരു കൺഫർമേഷൻ മെയിൽ വന്നു. അത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോയി. പിന്നെ നമ്മൾ വരുന്നതിന് 2 ദിവസം മുന്നേ ആയിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ട് അവിടത്തേക്ക് കിട്ടിയില്ല, അപ്പോൾ എല്ലാം അങ്ങോട്ട് പോകുന്നില്ല. പിന്നെ വാട്സപ്പിലേക്ക് നോക്കിയപ്പോഴേക്കും വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് അയച്ചു, പക്ഷേ അവർ ആ മെസ്സേജ് കണ്ടിട്ടുമില്ല. പിന്നെ എന്നാലും നമുക്ക് കൺഫർമേഷൻ ഉണ്ടല്ലോ, വേറെ പിന്നീട് ഒരു ഫർദർ മെയിൽസ് ഒന്നും വന്നിട്ടില്ല, പിന്നീട് ഒരു മെസ്സേജും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊടൈക്കനാലിലേക്ക്. അങ്ങനെ നമ്മൾ കൊടൈക്കനാലെത്തി. നമ്മൾ 4 പേരാണ് വന്നത്. നമ്മൾ യൂട്യൂബിൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ലേറ്റായിട്ടാണ് വന്നത്, ഒരു 8 മണിയൊക്കെ ആയി രാത്രി വന്നപ്പോഴേക്കും. എന്നിട്ട് നമ്മൾ നേരെ ഈ ഹൈലാൻഡ് ലാഫ്ലോറ ഹോട്ടൽ കണ്ടുപിടിച്ച് പോയി. അതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ യൂട്യൂബ് വീഡിയോ 2-3 വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്തൊന്നും റോഡുകൾ കാണിച്ചിരുന്നില്ല. കയറി പോകുന്ന ആ ഒരു ജസ്റ്റ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് മാത്രമേ കാണിച്ചുള്ളൂ. പക്ഷേ നമ്മൾ 1.5 കിലോമീറ്ററോളം ഇടുങ്ങിയ റോഡിലൂടെ, ഓഫ് റോഡ് പോലത്തെ റോഡിലൂടെ നമ്മൾ സഞ്ചരിച്ചിട്ടാണ് നമ്മൾ ഈ ഹോട്ടലിൽ എത്തിയത്. രാത്രിയായപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി. എന്നിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ഈ ഹോട്ടൽ ഒരു കുന്നിൻ്റെ പൊക്കത്താണ്. കുന്നിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ ഏകദേശം ഒരു 40 സ്റ്റെപ്പോളം നടന്ന് കയറിയിട്ട് വേണം
നമ്മൾ മുകളിലെത്താൻ. അങ്ങനെ നമ്മൾ മുകളിലെത്തി നമ്മൾ റിസപ്ഷനിൽ ചെന്ന് കാര്യം അവതരിപ്പിച്ചു. നമ്മളിവിടെ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇവരെ ഏൽക്കുന്നില്ല. ഇവർ പറഞ്ഞു നമ്മൾ അഗോദയിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കിപ്പോൾ ബുക്കിംഗ് എടുക്കാൻ പറ്റത്തില്ല, നമുക്കിവിടെ മെയിൻ്റനൻസ് നടക്കുകയാണ്, നമുക്കിവിടെ ആരും താമസിക്കുന്നില്ല, ഞങ്ങൾ അഗോഡയിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് നമ്മൾ ഡയറക്റ്റായിട്ട് ഡീലും ചെയ്തതല്ലേ, ഞാൻ വാട്സപ്പിലെല്ലാം ഡീറ്റെയിൽസ് പറഞ്ഞതല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഇന്ന ദിവസത്തേക്ക് ബുക്കിംഗ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മളോടും കൂടെ ഇങ്ങോട്ട് പറയണ്ടേ, ഇതൊരു ചീറ്റിംഗ് പോലെയല്ലേ, നമ്മൾ കേരളത്തിൽ നിന്ന് ഇത്ര ദൂരം വരെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ 4 പേര് ഇനി എന്ത് ചെയ്യും, അതും നല്ല തണുപ്പുണ്ട് ഇവിടെ, നമ്മൾ വരുന്നത് 30-35 ഡിഗ്രി സെൽഷ്യസിൽ നിന്നാണെന്ന് ഓർക്കണം, ഇവിടെ വന്നപ്പോഴേക്ക് തണുപ്പെന്ന് പറയുന്നത് 17 ഡിഗ്രി ആയി. അപ്പോൾ നമ്മൾ അത്രയും നേരം ഇവരുടെ ഈ റിസപ്ഷനിൽ നിൽക്കുകയാണ്. പക്ഷേ ഇവർ ഒരു കാരണത്താലും ഇവർ സമ്മതിക്കുന്നില്ല. ഇവർ ഞാൻ കോൺടാക്റ്റ് ചെയ്തിട്ടില്ലെന്ന് ആദ്യം പറഞ്ഞു, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടില്ല, അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, നിങ്ങൾ അഗോഡ വഴി ബുക്ക് ചെയ്തതാണെങ്കിൽ ഞങ്ങൾ അഗോഡയിൽ കൺഫേം ചെയ്തിട്ടുണ്ട്, അഗോഡയായിട്ട് നിങ്ങൾ നോക്കിയോ, പക്ഷേ ഞാൻ കോൺടാക്ട് ചെയ്തു എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നില്ല. നമ്മൾ റിസപ്ഷനിൽ ചെല്ലുമ്പോൾ അവിടെ 3 പേരുണ്ടായിരുന്നു. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും 2 പേര് നമ്മളെ കളിയാക്കി ചിരിക്കുകയാണ് അവർ. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ നമ്പർ ഏതാണ്, ഏത് നമ്പറിലേക്കാണ് ഞാൻ മെസ്സേജ് അയച്ചത്, നിങ്ങൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ബുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന നമ്പർ ഏതാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് ഇവിടുത്തെ CUG കണക്ഷനാണ്, അത് ഇവിടെ റിസപ്ഷനിലിരിക്കുന്ന ആരെങ്കിലും ആയിരിക്കും യൂസ് ചെയ്യുന്ന, അതേപ്പറ്റി ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു എങ്കിൽ ശരി, ആ നമ്പറിലേക്ക് നമ്മളിപ്പോൾ കോൾ ചെയ്യാം, അത് ആരാണെന്ന് യൂസ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ. അപ്പോൾ 3 പേരുണ്ടെന്ന് പറഞ്ഞില്ല, അതിനകത്ത് 2 പേര് അവിടെ ഇരിക്കുന്ന ഫോണെല്ലാം എടുത്തിട്ട് ആ റിസപ്ഷൻ്റെ ഡെസ്കിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഈ ഫോൺ പെട്ടെന്ന് സൈലൻ്റ് ആക്കുക. അത് നമ്മൾ കണ്ടു. എന്നിട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുക, കളിയാക്കി ചിരിക്കുക. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വന്നു, നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി, അറ്റ്ലീസ്റ്റ് അവർ പറയുക സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്, നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായി, നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യൂ, അഗോഡയിൽ വിളിക്കൂ, നിങ്ങൾ ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ എന്തെങ്കിലും ഒന്ന് ഒരു സാന്ത്വനിപ്പിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് ഇവർ തമ്മിൽ നമ്മളെ മൂക്ക് ചെയ്തിട്ട് ചിരിക്കുക. അപ്പോൾ നമ്മൾ ഈ നമ്പറിലേക്ക് വിളിച്ചപ്പം ഇവർ സൈലൻ്റ് ആക്കി ഫോണിലേക്ക് റിങ് വന്നു. ഞങ്ങൾ പറഞ്ഞാൽ ഫോണിങ് എടുക്കുക, അതിൻ്റെ അകത്തേക്കാണ് ഞാൻ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞിട്ട് ആ ഫോണിൻ്റെ അകത്ത് ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ ഫുൾ പ്രൂഫും കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ പിന്നെ ഇത്രയും നേരം പറഞ്ഞതൊക്കെ ഇവർ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ മൊത്തത്തിൽ അവർ നമ്മളെ കൈ കഴിഞ്ഞു. പിന്നെ അവർ നമ്മളടുത്ത് ഒന്നും പറയുന്നില്ല, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നുള്ള മട്ടിലായി. പിന്നെ നമ്മൾ അഗോഡയിൽ വിളിക്കാമെന്നുള്ള ഒരു ഇതിൽ തന്നെ അഗോദയിലേക്ക് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. ഇതിനകത്ത് വേറൊരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹയർ റേഞ്ചിലേക്ക് കയറുമ്പോൾ തന്നെ ഒട്ടുമിക്ക പേരുടെയും ഫോണിൻ്റെ റേഞ്ച് പോകും. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു, 3 പേരുടെ ഫോണിൽ കംപ്ലീറ്റ് ആയിട്ട് നോ സർവീസായി. പിന്നെ ഒരാളുടെ ഫോണിൽ മാത്രം എങ്ങനെയോ ഇടയ്ക്കും മുറയ്ക്കും റേഞ്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ അതിൽ കൂടെ നമ്മൾ അഗോഡേനെ കോൺടാക്ട് ചെയ്തു. അഗോഡയിൽ കൺഫർമേഷൻ മെയിലിൽ വന്ന 2 നമ്പറിലേക്കും നമുക്ക് കോൾ പോകുന്നില്ല. അതിൻ്റെ അകത്ത് ഒരെണ്ണം ഡസ് നോട്ട് എക്സിസ്റ്റ് പറയുന്നു, ഒരെണ്ണം പിന്നെ എന്തോ ഇത് കണക്റ്റ് ആവാണ്ട് കട്ടായിപ്പോയി. പിന്നെ നമ്മൾ ഗൂഗിളിൽ കയറി അഗോഡയിലെ നമ്പർ എടുത്തു. അപ്പം കുറേ കൺട്രീസിൻ്റെ നമ്പർ ഇങ്ങനെ വരുന്നുണ്ട്, അതിൽ ഇന്ത്യയിലെ നമ്പർ എടുത്ത് ആ ടോൾ ഫ്രീ നമ്പറിലേക്കാണ് നമ്മൾ കോൺടാക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരാളുടെ നമ്പറിലെങ്കിലും ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും പണിയാവും. കാരണം നമ്മൾ ഓക്കെ ഇവിടെ നിന്ന് ഇറങ്ങി നമുക്ക് വേറൊരു റൂമിലേക്ക് പോകാൻ നോക്കാം, പക്ഷേ നമ്മൾ ഈ ബുക്ക് ചെയ്ത പൈസ കംപ്ലീറ്റ് പോകും. കാരണം നമ്മൾ അഗോദനെ ഇൻഫോം ചെയ്യുന്നില്ല, നമുക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി, ഞങ്ങൾക്ക് റൂം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇൻഫോം ചെയ്യാത്തപ്പോൾ നമുക്ക് അവർ പൈസ റീഫണ്ടും ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഈ 4 പേരുടെയും റേഞ്ച് ഇല്ലായിരുന്നുണ്ടെങ്കിൽ ആകെ പെട്ടുപോയേനെ. എന്തായാലും ഭാഗ്യത്തിന് ഒരാളുടെ റേഞ്ച് ഉണ്ടായി. Say I'll be sending the confirmation mail right now, but for the inconvenience caused for us, you can do something. Okay, try if you can do something. Anyway, I'm giving the confirmation for this property. I have sent the confirmation email. പിന്നെ നമ്മൾ അവരെ കണക്ട് ചെയ്ത് ഇത്രയും എക്സ്പീരിയൻസ് എല്ലാം പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ കട്ട് ചെയ്തോളൂ, ഞങ്ങൾ അവരെ കൺഫേം ചെയ്തിട്ട് അവരുടെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങളോട് പറയാം. പക്ഷേ ഞങ്ങളത് സമ്മതിച്ചില്ല, ഞങ്ങൾ ലൈനിൽ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞ് ഏകദേശം 1.25 മണിക്കൂറോളം നമ്മൾ അഗോഡയുമായിട്ട് ലൈനിൽ തന്നെ നിന്നു, ആ ഒറ്റ ഫോണിൽ. കാരണം അത് കട്ടായി പോയാൽ പിന്നെ തീർന്നു. അങ്ങനെ അതേപോലെ തന്നെ കോൺടാക്ട് ചെയ്ത് അവരെ കൊണ്ട് ഈ ഹോട്ടലുകാരെ നമ്മൾ കോൺടാക്ട് ചെയ്തു. അതും ഇവരെടുത്തില്ല. ഇവർ ഫോൺ വന്നിട്ട് അവർ റിങ് ചെയ്ത് നോക്കിയിരിക്കുന്നു, അവരെടുക്കുന്നില്ല. അതും ഞങ്ങൾ കണ്ടിട്ട് പിന്നെ പോയിട്ട് പറഞ്ഞു നിങ്ങൾ ഫോൺ എടുക്കുക, അവർ വിളിക്കുകയാണ്, അവർ വിളിച്ചിട്ട് അവരുടെ ഡീറ്റെയിൽ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ അവരടുത്ത് പറഞ്ഞപ്പോൾ ഇവർ പറയുന്നു ഇവർ കൺഫർമേഷൻ അയച്ചിട്ടുണ്ട്, നമുക്ക് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ പ്രോബ്ലമാണ്, നിങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ട് അവർ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ അവസാനം അഗോദക്കാർ കുറേ സോറി അപ്പോളജിയൊക്കെ പറഞ്ഞു. പിന്നെ അവർ ചോദിക്കുന്നു നിങ്ങൾ വേറെ റൂം ബുക്ക് ചെയ്യൂ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ റീഫണ്ട് തരാം, നെക്സ്റ്റ് ബുക്കിങ്ങിന് 10% ഡിസ്കൗണ്ടും തരാം. പക്ഷേ നമുക്ക് ആ ഒരു സന്ദർഭത്തിൽ നമുക്ക് വേറൊരു റൂം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. നമ്മൾ 8 മണിക്ക് വന്നതെന്ന് ഓർക്കണം, സമയം ഏകദേശം 9:45 കഴിഞ്ഞു. അങ്ങനെ ആ സമയം കൊണ്ട് നമ്മൾ അഗോഡക്കാരോട് പറഞ്ഞു വേണ്ട, നിങ്ങൾ തന്നെ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഓപ്ഷൻ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞു.
അങ്ങനെ ഈ 1.25 മണിക്കൂർ നമ്മൾ ലൈനിൽ വെയിറ്റ് ചെയ്ത് അവർ കുറേ ഹോട്ടലൊക്കെ നോക്കി നമുക്ക് പിന്നെ ആ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തന്ന് നമ്മളോട് ചോദിച്ചു ഇത് ഓക്കെ ആണോ, നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഹോട്ടൽ നമ്മൾ സെലക്ട് ചെയ്തു. അവിടെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് അഗോഡ പിന്നെ നമുക്ക് ബുക്ക് ചെയ്ത ഹോട്ടലിലാണ്. ഹോട്ടലിൻ്റെ പേര് ഹോട്ടൽ കോഡൈ കിങ്സ് പാർക്ക് എന്നാണ്. ഇത് കൊടൈക്കനാൽ ടൗണിൽ തന്നെയാണ്. ഏകദേശം നമുക്ക് ലേക്കിലേക്കൊക്കെ 1 കിലോമീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് ഉള്ളൂ. പിന്നെ ഈ ഹോട്ടലിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്കങ്ങനെ കാര്യമായിട്ട് ഇഷ്ടമായിട്ടൊന്നുമില്ല. പിന്നെ കമ്പാരിറ്റീവ്ലി ഓക്കെയാണ്. നമുക്ക് 3 ദിവസം രാത്രി കിടന്നാൽ മതിയല്ലോ, പകൽ സമയം നമ്മളിവിടെ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു എക്കണോമി റൂമാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ പഴയ സ്ഥലത്ത് ബുക്ക് ചെയ്തേക്കുന്ന ഡീലക്സ് റൂമായിരുന്നു. അപ്പം ഇവിടെ ഡീലക്സ് റൂം ഉണ്ടാവുമായിരിക്കും, കാരണം ഈ നൈറ്റൊക്കെ വിളിച്ചിട്ട് ചിലപ്പം റൂം കിട്ടാഞ്ഞിട്ടായിരിക്കാം നമുക്കിത് തന്നത്. എന്നാലും നമ്മൾ ആ ഒരു സമയത്ത് ഈ റൂം കിട്ടിയതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. അത് ഉള്ളതായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയത്. അപ്പോൾ ഈ ഹോട്ടൽ ഞാൻ അങ്ങനെ ആർക്കും റെക്കമെൻഡായിട്ട് ചെയ്യുന്നൊന്നുമില്ല. പക്ഷേ ഡീലക്സ് റൂം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നോക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്, കാരണം ടൗണിൻ്റെ അടുത്ത് തന്നെയാണല്ലോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടുത്തെ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും എല്ലാം ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നാളെ ഒരു സമയത്ത് നിങ്ങൾ അഗോഡ വഴി ബുക്ക് ചെയ്യുമ്പം ആ ഹോട്ടൽ കണ്ടാൽ അതിനെ എടുക്കണ്ട, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനൊരു ബാഡ് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായി എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.